ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് എ ഡ്രോയിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓട്ടോകാഡ് വിൻഡോ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഓട്ടോകാഡ് വിൻഡോ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ ഡ്രോയിങ്ങിൻ്റെ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കാനുള്ള വർക്ക് സ്പേസ് ഉണ്ടാകും. അതുപോലെ 3 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കാനുള്ള വർക്ക് സ്പേസ് ഇതിനകത്ത് ഉണ്ടാകും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ 3D മോഡലിംഗ്, 3D ബേസിസ്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്നീ 3 വർക്ക് സ്പേസ് കാണാം. ഈ വർക്ക് സ്പേസിൽ 3D മോഡലിംഗ് ആണെങ്കിൽ 3D മോഡലിംഗ് എന്ന വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3D ഡ്രോയിങ് ചെയ്യുന്നതിനാവശ്യമായ ടൂൾ ബാറുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി 2 ഡയമെൻഷണൽ ഡ്രോയിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറച്ച് ടൂളൊക്കെ കാണാം. ഇതിൽ ഒരു മെയിൻ മെനു ബാർ നമുക്ക് ആവശ്യമാണ്. അതിവിടെ വിസിബിൾ അല്ല. അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഷോ മെനു ബാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ് എന്നിങ്ങനെയുള്ള മെനു ബാർ കാണാം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓരോ ടൂളും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ടൂൾസിൽ പോയാൽ, ടൂൾ ബാറിൽ പോയാൽ ഒരു ടൂൾ ബാറിൻ്റെ ലിസ്റ്റ് തന്നെ ഇവിടെ കാണാം. ഇതിൽ നിന്നും ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഡ്രോ ടൂൾ ബാർ എടുത്തു. അത് നമുക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മോഡിഫൈ ടൂൾ ബാർ, ഇതും ഇവിടെ വലതുഭാഗത്ത് ഡോക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കുന്നതിന് ആവശ്യമായ വർക്ക് സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്യുന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഡ്രോയിങ്ങിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്താണ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി LIMITS എന്ന് കമാൻഡ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. അവിടെ ഒരു മെസ്സേജ് കാണാം, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഇതാണ് ഒരു ഡ്രോയിങ് ഏരിയ എങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ലോവർ ലെഫ്റ്റ് കോർണർ. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ അപ്പർ റൈറ്റ് കോർണർ. XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിൻ പോയിൻ്റ്. ഒറിജിൻ പോയിൻ്റ് എപ്പോഴും X വാല്യൂ 0, Y വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ അവിടെ 0,0 ടൈപ്പ് ചെയ്യുക. എൻ്റർ. ഇനി നമുക്ക് ആവശ്യമായ ലിമിറ്റ്സ്, അതായത് ഇതിൻ്റെ ബൗണ്ടറിയുടെ മെഷർമെൻറ്റ്, അതിൻ്റെ X വാല്യൂ 420,297. ഇത് A3 സൈസിൻ്റെ മെഷർമെൻ്റാണ്. എൻ്റർ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വ്യൂ, സൂം, ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക്, അതുപോലെ ഇതുപോലെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്ങിൻ്റെ അകത്ത് തന്നെ വരും. സൂം, ഓൾ. ഇനി ഞാനിത് നിങ്ങൾക്ക് ഇത് ഇറേസ് ചെയ്ത് കളിയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ യൂണിറ്റ് സെറ്റാണ്. ഫോർമാറ്റിൽ പോവുക, യൂണിറ്റ്സിൽ പോവുക,
ഇതിനെ ഡെസിമൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക. പ്രിസിഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇഞ്ചസിന് പകരം മില്ലിമീറ്റർ സെറ്റ് ചെയ്യുക. ഇവിടെ ഡിഗ്രീസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ മില്ലിമീറ്റർ സെറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വർക്ക് സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റ് ചെയ്ത ഡ്രോയിങ് ബൗണ്ടറി നമുക്കിതിനകത്ത് നിന്ന് എവിടെയാണെന്ന് അറിയണം. അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്പെസിഫൈ ചെയ്ത ലോവർ ലെഫ്റ്റ് പോയിന്റ് ചോദിച്ചു. അവിടെ 0,0 നേരത്തെ കൊടുത്ത കോർഡിനേറ്റ് കൊടുക്കുക, അതായത് ഒറിജിൻ പോയിന്റ്. ഇനി അടുത്തത് അതിൻ്റെ മെഷർമെൻറ്റ്, A3 സൈസിൻ്റെ മെഷർമെൻറ്റ് 420,297 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇത് കറക്റ്റായി അലൈൻ ചെയ്യാൻ Z ടൈപ്പ് ചെയ്യുക. Z മീൻസ് സൂം. എൻ്റർ ചെയ്യുക. സൂം എക്സ്റ്റെൻഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു ലിമിറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. ലിമിറ്റ്സ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതായത് LIMITS വീണ്ടും അടിക്കുക. എൻ്റർ ചെയ്യുക. ഇവിടെ ഓൺ ഓഫ് കാണാം. ഓൺ കൊടുക്കുക. ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഓണായി. നമുക്ക് ഇതിനകത്ത് മാത്രമേ ഒബ്ജക്റ്റ് വരയ്ക്കാൻ പറ്റൂ. ഇതിൻ്റെ പുറത്ത് വരയ്ക്കാൻ പറ്റില്ല, അകത്ത് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ഇനി വീണ്ടും ലിമിറ്റ്സ് ടൈപ്പ് ചെയ്യുക. LIMITS എൻ്റർ ചെയ്യുക. ഓഫ് ചെയ്യുക, അതായത് ലിമിറ്റ്സ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുറത്തും വരക്കാം, ഇതിൻ്റെ അകത്തും വരക്കാം, എവിടെ വേണമെങ്കിലും വരക്കാം. തൽക്കാലം ഈ സെറ്റിങ്ങിൽ കിടക്കട്ടെ. നമുക്ക് അകത്തും പുറത്തും വരച്ചിട്ട് അസംബിൾ ചെയ്യുമ്പം ഏത് ഭാഗത്തും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രിൻ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്തു, അതായത് ഡ്രോയിങ് ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് A3 സൈസായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൺ ഓഫ് ചെയ്യുന്നത് കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന മെഷീൻ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയാം. ഇതാണ് നമ്മുടെ മെഷീൻ ഡ്രോയിങ്, യൂണിവേഴ്സൽ കപ്ലിംഗ്. ഇതിൽ യൂണിവേഴ്സൽ കപ്ലിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഇതിൽ 7 പാർട്ടാണുള്ളത്. ഷാഫ്റ്റ് എൻഡ്, കീ, ഫോർക്ക്, സെൻട്രൽ ബ്ലോക്ക്, പിൻ, കോളർ, ടേപ്പർ പിൻ. ഇത്രയും ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് ആദ്യം നിങ്ങൾ നന്നായി സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തതിന് ശേഷം ഡയമെൻഷനൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ആദ്യം വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ലെയർ സെറ്റ് ചെയ്യണം. എന്താണ് ലെയർ? ലെയർ സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ. കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ, അതായത് ചില പൈപ്പ് ലൈൻ ലേഔട്ടുകൾ, റോഡുകൾ, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ബിൽഡിങ്സ് ഡ്രോയിങ്ങുകൾ എല്ലാം വരയ്ക്കുമ്പോൾ ലെയർ ഓരോ പാർട്ടും ഓരോ ലെയറിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ലെയർ മാത്രം എടുത്ത് പ്രത്യേകിച്ച് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ലെയർ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെയാണ് ലെയർ പ്രോപ്പർട്ടി മാനേജർ. ഇതിൽ നമുക്ക് ലെയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്ന 0 ലെയർ ഡിഫോൾട്ട് ലെയർ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലെയറാണ് 0 ലെയർ. ലെയറിൻ്റെ പേര് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെയർ, ഓരോ പാർട്ടിനും ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ 7 പാർട്ടുണ്ട്. ഞാൻ 0 ലെയറിൽ ഫോർക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് 0 ലെയറിലാണ് ഫോർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് നമ്മൾ കീ എന്ന് പേര് കൊടുക്കുക. അതായത് ക്ലിക്ക് ചെയ്യുക, കീ. ഇവിടെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ ഒരു കളർ കൊടുക്കുക.
ഓക്കെ കൊടുക്കുക. കീ ലെയർ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു കളർ ചേഞ്ച് ചെയ്തു. അടുത്തത് ഷാഫ്റ്റ് എൻഡ്. ഇവിടെ ഷാഫ്റ്റ് എൻഡ് ഒരു കളർ കൊടുക്കുക. ഷാഫ്റ്റ് എൻഡിന് ഒരു കളർ കൊടുക്കുക. യെല്ലോ കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇനി അടുത്ത് കൊടുക്കേണ്ടത് സെൻറ്റർ ബ്ലോക്ക്. സെൻറ്റർ ബ്ലോക്ക് സെൻറ്റർ ബ്ലോക്ക് അതിനും ഒരു കളർ കൊടുക്കുക. ഗ്രീൻ കളർ കൊടുത്തു ഞാൻ. ഓക്കെ കൊടുത്തു. അടുത്തത് കോളർ അല്ലെങ്കിൽ പിൻ കൊടുത്തില്ല, പിൻ അതിനും ഒരു കളർ ചേഞ്ച് ചെയ്യുക. ഓക്കെ കൊടുത്തു. ഇത്രയും ലെയർ ക്രിയേറ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് പിന്നും അതിൻ്റെ കോളറെല്ലാം ഒരു ലെയറിൽ ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ലെയർ നമ്മൾക്ക് കാണാം. ഇതിൽ ഓരോ ലെയറിനും ഓരോ ബൾബ് കാണാം. ഈ ബൾബ് നമ്മൾക്ക് ഓഫ് ചെയ്തുകൊണ്ട് ആ ലെയർ ഓഫ് ചെയ്തിടാം. അതിനെ കറണ്ട് ലെയറാക്കി മാറ്റാൻ എങ്ങനെയാണ്? അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും കറണ്ട് ലെയറിൽ. ഇനി വരയ്ക്കുമ്പോൾ ആ കളറിലാണ് വരുന്നത്. ഇനി അടുത്തത് 0 ലെയർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കറണ്ട് ലെയറായി മാറും. അവിടെ ഒബ്ജക്റ്റ് വരക്കാം. ഇനി സെൻറ്റർ ബ്ലോക്ക്, കീ, അങ്ങനെ ഓരോ ലെയറിലും നമ്മൾക്ക് ഒബ്ജക്റ്റ് വരക്കാൻ പറ്റും. പിൻ ഇത് ഏത് ലെയറാണോ ഓഫ് ചെയ്യുന്നത് ആ ലെയർ ഉള്ള ഒബ്ജക്റ്റ് ഇൻവിസിബിൾ ആവും. ഇത് ഓഫ് ചെയ്യുക, അത് പോയി. അങ്ങനെ ഓരോന്നും ഓഫ് ചെയ്താൽ ഓരോന്നും ഇൻവിസിബിളായി മാറും. അതേപോലെ അത് തിരിച്ചു കൊണ്ടുവരാനും പറ്റും ഓൺ ചെയ്തുകൊണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്താൽ അതിൽ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലെയറിൽ ഫ്രീസ് ചെയ്താലും അത് ഇൻവിസിബിൾ ആവും. ഇതാണ് ലെയറിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് നമ്മുടെ ഡ്രോയിങ് ആരംഭിക്കാം. ഫോർക്കാണ് ആദ്യത്തേത് വരയ്ക്കുന്നത്. അത് 0 ലെയർ അലൈൻ ചെയ്യാം. ഫോർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കാം. ഇതാണ് ഫോർക്ക്. ആദ്യം ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈൻ വരയ്ക്കുക. F8 പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ കിട്ടും. അതിൻ്റെ മെഷർമെൻറ്റ് 40 ആദ്യം ഓഫ്സെറ്റ് ചെയ്യുക. 40 ക്ലിക്ക് ചെയ്യുക, ഓഫ്സെറ്റ് ചെയ്യുക. അടുത്തത് 72 ഓഫ്സെറ്റ് ചെയ്യുക. 72 ഓഫ്സെറ്റ് ചെയ്യുക. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 128 ഓഫ്സെറ്റ് ചെയ്യുക. ബാക്കി ഭാഗങ്ങൾ, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയുക. ട്രിം ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യുക. ഡ്രോയിങ് നോക്കുക. ഇതാണ് 40. ഇതാണ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് 72. ഇവിടുന്ന് മുകളിലേക്കുള്ള ദൂരമാണ് 128. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ്, സെൻറ്റർ ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടുന്ന് ട്രേസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മിഡ് പോയിൻ്റ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ ഇവിടെ ഒരു മിഡ് പോയിൻ്റ് കാണാം. ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ ഈ ഡയമീറ്ററാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് 70 ഇതിൻ്റെ ഡയമീറ്റർ. 70. അപ്പോൾ 35 ഓഫ്സെറ്റ് ചെയ്യുക. 35
ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇനി 24 ഓഫ്സെറ്റ് ചെയ്യുക. 24 ഇവിടുന്ന് താഴോട്ടും ഇവിടുന്ന് താഴോട്ടും ഇവിടുന്ന് ഈ ഭാഗത്തേക്കും. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയാം. ഇവിടെ 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 ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫോർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് 24, ഇതാണ് 24, പിന്നെ ഇതാണ് 24. അങ്ങനെയാണ് ഇത് വരുന്നത്. ഫോർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ അസംബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. അടുത്തത് സെൻറ്റർ ബ്ലോക്ക്. സെൻറ്റർ ബ്ലോക്ക് ആക്ടിവേറ്റ് ആക്കുക. സെൻറ്റർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2 റെഫറൻസ് ലൈൻ വരക്കുക. ഓഫ്സെറ്റ് 44 അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ ഹൈറ്റ് 80. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇനി 2 സൈഡും 10, ഇവിടെ 10, ഇവിടെ 10. ഇതാണ് സെൻറ്റർ ബ്ലോക്ക്. ഈ 44 ആണ് ഇതിൻ്റെ ഡയമീറ്റർ. ഇത് ഹൈറ്റ് 40 + 40 80. ഇതിൻ്റെ തിക്നെസ് ആണ് 10. അതിനുശേഷം ഇതിൻ്റെ ഒരു സെൻട്രൽ ലൈൻ ആക്കിയെടുക്കുക. സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം ഒരു റെഫറൻസ് ലൈൻ വരക്കുക. അവിടുന്ന് 28 ഓഫ്സെറ്റ് ചെയ്യുക. ബാക്കി റെഫറൻസ് ലൈനൊക്കെ കട്ട് ചെയ്ത് കളയുക. നമുക്ക് ഈ പോയിൻ്റാണ് കിട്ടേണ്ടത്. ഇതിനെ നമ്മൾ കുറച്ച് ദൂരം മാറ്റി വെക്കുക. ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ഈ സെൻറ്റർ പോയിന്റിലേക്കുള്ള ഇതിൻ്റെ പാരലൽ ഡിസ്റ്റൻസ് ആണ് ഈ 28 എന്ന് പറയുന്നത്. ആ 28 ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ പോയിൻ്റാണ് ഇവിടെ. അടുത്തത് ഫോർക്ക്, അതായത് രണ്ടാമത്തെ ഫോർക്ക്, അതാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു റെഫറൻസ് ലൈൻ വരക്കുക. വെർട്ടിക്കൽ or ഹൊറിസോണ്ടൽ. ഓഫ്സെറ്റ് 64, ഓഫ്സെറ്റ് 70. ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇതാണ് രണ്ടാമത്തെ ഫോർക്ക്. ഈ ഫോർക്ക് ഇതാണ്. ഈ ലെങ്താണ് 64. 64 ആണ്. ഓക്കെ, 64 തന്നെയാണ്. 70. പിന്നെ ഇവിടെ ഓഫ്സെറ്റ് 24. ഈ ഭാഗത്തേക്ക് ഓഫ്സെറ്റ് 24. ഇനി ഇവിടുന്ന് ഒരു സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു റെഫറൻസ് ലൈൻ വരക്കുക. ഓഫ്സെറ്റ് 48. ഈ 48 എന്ന് പറയുന്നത്
ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം അതാണ് 48. ആ പോയിന്റിൽ വെച്ച് ഒരു സർക്കിൾ വരക്കുക. ആദ്യത്തെ സർക്കിൾ ഡയമീറ്റർ 24, അപ്പോൾ 12 റേഡിയസ് ടൈപ്പ് ചെയ്യുക. അടുത്ത സർക്കിള് 36, അപ്പോൾ 18 റേഡിയസ് ടൈപ്പ് ചെയ്യുക. അടുത്ത സർക്കിള് 44, അപ്പോൾ 22 ടൈപ്പ് ചെയ്യുക. അടുത്ത സർക്കിള് 48, അപ്പോൾ 24 ടൈപ്പ് ചെയ്യുക. 48 ഡയമീറ്ററാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായി കട്ട് ചെയ്ത് കളയണം. ഈ പോയിൻ്റ് ഇതിലേക്ക് അലൈൻ ചെയ്യുക, അതായത് ക്ലിക്ക് ചെയ്യുക. ടാൻജൻറ്റ് ഓപ്ഷൻ വരുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിതിനെ അസംബിൾ ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് 24 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ആ പോയിന്റിലേക്കാണ് ഈ പോയിന്റ് ഇവിടത്തേക്ക് അലൈൻ ചെയ്യേണ്ടത്. അവിടുന്ന് 24 ഒരു റെഫറൻസ് ലൈൻ ആക്കി വെക്കുക. 24 ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്യുക അങ്ങോട്ട്. അതിനുശേഷം മൂവ് കമാൻഡ് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഈ പോയിന്റിൽ അലൈൻ ചെയ്യുക. അതിനുശേഷം ഇതിനെ ഇവിടെ പിക്ക് ചെയ്യുക, ഈ പോയിന്റിലേക്ക് അലൈൻ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ട്രിം ചെയ്ത് കളയാണ് വേണ്ടത്. ട്രിം ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ട്രിം ചെയ്യാൻ കുറച്ച് സൂം ചെയ്യുക. അതിനുശേഷം ട്രിം എടുക്കുക, എൻ്റർ ചെയ്യുക. ഈ ഭാഗം ട്രിം ചെയ്യുക. ഇവിടെ ഈ ഭാഗം ട്രിം ചെയ്യുക. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യുക. ഇവിടെ ചെറിയൊരു ഭാഗം റിമൂവ് ചെയ്യാനുണ്ട്. കട്ട് ചെയ്യുക. ഇവിടെ ട്രിം ചെയ്യുക. ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം. ഇനി ഇവിടെ ചെറിയൊരു ഭാഗം ട്രിം ചെയ്യാം. അതിനുശേഷം ഏതാണെന്ന് നോക്കുക. നമ്മുടെ 36 ഡയമീറ്ററുള്ള ആ ഭാഗം ഇവിടെയും ട്രിം ചെയ്ത് കളയാം. അതിനുശേഷം ഇവിടെയും ട്രിം ചെയ്ത് കളയാം. ഇനി താഴെ ഈ ഭാഗം ട്രിം ചെയ്യുക. ഇവിടെ ട്രിം ചെയ്യുക. ട്രിം ചെയ്ത് കളയാം. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് അടുത്തൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഷാഫ്റ്റ് എൻഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഫറൻസ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. തൽക്കാലം സെൻട്രൽ ലൈനും ഒഴിവാക്കാം. ഈ ഭാഗവും ഒഴിവാക്കാം. ഇങ്ങനെയാണ്
നിങ്ങൾക്ക് ആ വ്യൂ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ വ്യൂ നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഷാഫ്റ്റ് എൻഡ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിഡിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാം. ഷാഫ്റ്റ് എൻഡ്, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 mm ആണ്. 40 mm ചെയ്യാൻ ഇവിടെ ഷാഫ്റ്റ് കറണ്ട് ലെയറാക്കി മാറ്റുക. ഒരു റെഫറൻസ് ലൈൻ വരക്കുക. ശേഷം ഓഫ്സെറ്റ് ചെയ്യുക. 40 ഓഫ്സെറ്റ് ചെയ്യുക. വീണ്ടും ഒരു റെഫറൻസ് ലൈൻ വരക്കുക. ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് ഓഫ്സെറ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷാഫ്റ്റ് കട്ടിംഗ് പോർഷനാണ്, അപ്പോൾ അതിന് ലെങ്ത്ത് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾക്ക് 100 mm ഒരു ഷാഫ്റ്റ് വരയ്ക്കാം. ഓഫ്സെറ്റ് ചെയ്തു. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ ഒരു സെൻട്രൽ ലൈൻ വരക്കുക. അതിനുശേഷം ഇവിടെ കട്ടിംഗ് പോർഷൻ ചെയ്യാൻ വേണ്ടി ആർക്ക് എടുക്കുക. ആർക്ക് എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗം ജസ്റ്റ് ഒരു ആംഗിളിൽ കൊണ്ടുവന്ന് ഈ ലൈനിൻ്റെ മിഡിൽ ഭാഗത്തെത്തുമ്പോൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ ചെയ്യുക. അതേപോലെ ഇവിടെയും ചെയ്യുക. അതിൻ്റെ കട്ടിംഗ് പോർഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സെൻട്രൽ ലൈൻ വേണമെങ്കിൽ നമുക്ക് താൽക്കാലികമായി ഒഴിവാക്കാം. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അത് ഫേസ് ടു ഫേസ് ആണ് വേണ്ടത്. റൊട്ടേറ്റ് എടുക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ബേസ് പോയിൻറ്റ് പിക്ക് ചെയ്യുക. 180 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയി. ഇനി അടുത്തത് ഇതിനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പിക്ക് ചെയ്യണം. അവിടെ പിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ പറ്റൂ. ഈ പോർഷനിലാണ് അത് വേണ്ടത്. അടുത്ത ഷാഫ്റ്റും ഇവിടെയാണ് വേണ്ടത്. നമ്മൾ അതിൻ്റെ ഷാഫ്റ്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടുന്നത് ഇതിൻ്റെ പിൻ ക്രിയേറ്റ് ചെയ്യണം. പിൻ കറണ്ട് ലെയറാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 റെഫറൻസ് ലൈൻ വരക്കുക. പിന്നിൻ്റെ ഹെഡ് വരക്കാൻ വേണ്ടിയാണ്. ഹെഡിൻ്റെ ഡയമീറ്റർ ഇവിടെ നോക്കുക. 36 ആണ് അതിൻ്റെ ഡയമീറ്റർ. ഇതിൻ്റെ തിക്നെസ് 10. ഓഫ്സെറ്റ് 36. തിക്നെസ് 10. ബാക്കി ഭാഗം ട്രിം ചെയ്യുക. ഇതിൻ്റെ ഒരു സെൻട്രൽ ലൈൻ വരക്കുക. പിന്നിൻ്റെ ഡയമീറ്റർ 24. അപ്പോൾ 12 2 ഭാഗത്തേക്കും ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ നോക്കുക. ഇവിടുന്ന് ടോട്ടൽ ലെങ്ത്ത് 153 ആണ്. അപ്പോൾ ഓൾറെഡി ഈ ഹെഡ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് 143 ഓഫ്സെറ്റ് ചെയ്താൽ മതി. ഓഫ്സെറ്റ് 143. എൻ്റർ. ഈ ഭാഗത്ത് നിന്ന് 143. ബാക്കി ഭാഗം ട്രിം ചെയ്ത് കളയുക.
ആവശ്യമില്ലാത്ത താൽക്കാലികമായി ഇതിൻ്റെ സെൻട്രൽ ലൈനും ഒഴിവാക്കാം. ഇനി നേരത്തെ 0 ലെയർ ആക്ടിവേറ്റ് ആക്കി ഓഫ്സെറ്റ് 24, അതായത് ഇവിടെ ഒരു റെഫറൻസ് ലൈൻ നമുക്ക് ആവശ്യമുണ്ട്. അത് ചെയ്യാൻ ഓഫ്സെറ്റ് ചെയ്യുക, മൂവ് എടുക്കുക, എൻ്റർ ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിൽ പിക്ക് ചെയ്യുക, F8 പ്രസ് ചെയ്താൽ ഈ ഡയറക്ഷനിലേക്കും കിട്ടും. അവിടെയാണ് അലൈൻ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് എടുത്തു കളയുക. ഇനി ഏതൊക്കെ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്നാണ് ഇനി നോക്കേണ്ടത്. ഇവിടെ വേണ്ട, ഈ ഭാഗങ്ങളൊന്നും ആവശ്യമില്ല. ബാക്കി ഭാഗം ഇറേസ് ചെയ്ത് കളയാം. ഇവിടെ ആവശ്യമില്ല, ഇവിടെ നിന്നും കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ പിൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു കോളർ ഉണ്ടാക്കണം. കോളർ ഇതേപോലെ ഒരു X ഡയറക്ഷൻ, Y ഡയറക്ഷൻ, X ഡയറക്ഷൻ, Y ഡയറക്ഷനിൽ കോളർ അതേ ലെയറിൽ തന്നെ കറണ്ട് ലെയറാക്കി മാറ്റുക. പിന്നിൻ്റെ ലെയർ X ഡയറക്ഷൻ, Y ഡയറക്ഷൻ. ഇതാണ് കോളർ. ഇതിൻ്റെ 36 ആണ് ഇതിൻ്റെ ഡയമീറ്റർ. തിക്നെസ് നമുക്കിപ്പോൾ 10. ഇതാണ് ഇതിൻ്റെ കോളർ. mm ഡയമീറ്റർ 36, ഓഫ്സെറ്റ് 36, 10 തിക്നെസ്. മുകളിലോട്ട് എടുക്കുക, ട്രിം ചെയ്യുക ബാക്കി ഭാഗം. ഇവിടെ വെറുതെ ഒരു റെഫറൻസ് ലൈൻ വരക്കുക, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതിനെ മൂവ് ചെയ്യുക, ഈ സെൻട്രൽ ലൈൻ പിക്ക് ചെയ്യുക, ഇവിടെ ചെയ്യുക. അതിനുശേഷം റെഫറൻസ് ലൈൻ എടുത്ത് കളയുക. ട്രിം ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ കോളറും വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പിന്ന് കൂടിയുണ്ട്. അത് ഇൻസേർട്ട് ചെയ്യാൻ ഇതിന് ഒരു ലൈൻ വരക്കുക. ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന വിധത്തിൽ ലൈൻ വരക്കുക. പിന്നിൻ്റെ മേജർ ഡയപ്പർ പിൻ 5 ഡയ. അപ്പോൾ സർക്കിൾ 2.5 റേഡിയസ്. ഇനി ഒരു ചെറിയ ലൈൻ സെൻട്രൽ ലൈനായിട്ട് വേണമെങ്കിൽ വരക്കാം. മോഡിഫൈ, ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്. ഇത് കുറച്ച് ഭാഗത്തേക്ക് നീട്ടുക. അപ്പോൾ നമുക്കതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഡ്രോയിങ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹാച്ച് ചെയ്യണം. ഹാച്ച് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കീ ചെയ്യുമ്പോൾ ലെയർ ചേഞ്ച് ചെയ്യുക. കീ പാരലൽ കീ ആണ്. അപ്പോൾ
12 × 8 × 70. നേരത്തെ ചെയ്ത പോലെ 2 റെഫറൻസ് ലൈൻ എടുക്കുക. ഓഫ്സെറ്റ് 70, അതായത് കീയുടെ ലെങ്ത്ത്. ഇനി ഇതിൻ്റെ 12 mm മുകളിലോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇപ്പോൾ കീ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കീ. ഈ കീയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് 12 × 8 × 70, അതായത് 12. ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് 12, സൈഡ് തിക്നെസ് 8, 70 ലെങ്ത്ത്. ഇനി ഇതിനെ ഇവിടെ ഒരു സർക്കിൾ, ഒരു ആർക്ക് വരക്കുക. നേരത്തെ വരച്ച പോലെ ഒരു ആർക്ക്. മൂവ്, സെൻട്രൽ ലൈൻ പിക്ക് ചെയ്യുക. ഇനി ഇവിടുത്തെ കീയാണ് ചെയ്യേണ്ടത്. ആ കീ ചെയ്യുമ്പോൾ ഇതേപോലെ എടുക്കുക. അതിൻ്റെ തിക്നെസ് 8 mm ആണ്. ഇവിടുന്ന് മുകളിലോട്ട് 8 mm. ഓഫ്സെറ്റ് ലെങ്ത്ത് 70. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ട്രിം ചെയ്ത് കളയുക. ഇത് മൂവ് ചെയ്യുക. ഇവിടെ പിക്ക് ചെയ്യുക. F8 പ്രസ് ചെയ്താൽ നമുക്കിവിടെ, അതായത് ഈ കീ 4.5 ഷാഫ്റ്റിനകത്തും 4.5 ഫ്ലാഞ്ചിനകത്തുമാണ് വേണ്ടത്. ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ ചെറിയൊരു കർവാണുള്ളത്. ആ കർവ് അപ്രോക്സിമേറ്റ് കർവ് ചെയ്യുക. അതിന് ആക്യുറസി ഒന്നുമില്ല. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഏതൊക്കെ ട്രിമ്മ് ചെയ്യണം, കുറേ ട്രിമ്മിങ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ ട്രിം ചെയ്യുക. എന്നാലേ ഇതിൻ്റെ വ്യൂ കറക്റ്റ് ആവും. ഇവിടെ ഒഴിവാക്കുക. ഇത് ട്രിം ചെയ്യുക. ഇവിടെ ട്രിം ചെയ്യുക. അവിടെ ട്രിം ചെയ്യുക. ഇവിടെ ട്രിം ചെയ്യുക. ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്, ലെങ്തൻ ചെയ്യുക. ഇതും ഇവിടെ മോഡിഫൈ, ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്, സെൻട്രൽ ലൈൻ കുറച്ച് ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ ഒരു ലൈൻ ഇവിടെയും സെൻട്രൽ ലൈൻ വരക്കുക. മോഡിഫൈ, ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്, മുകളിലോട്ട് എടുക്കുക. അതൊരു സെൻട്രൽ ലൈനാണ്. വേണമെങ്കിൽ ഇവിടെയും ഒരു സെൻട്രൽ ലൈൻ വരക്കാം. അതായത് ഇതിനൊരു സെൻട്രൽ ലൈൻ ഉണ്ടാവും. മോഡിഫൈ, ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാച്ച് ചെയ്യാം. സെക്ഷണൽ പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഹാച്ചിങ്.
ഹാച്ച് ചെയ്യുമ്പോൾ ഹാച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ ഹാച്ചിൻ്റെ ഓപ്ഷൻ വന്നു. ഇതിൽ പാറ്റേൺ എന്ന് പറയുന്ന അവിടെ നമ്മുടെ യൂസർ ഡിഫൈൻഡ് എടുക്കുക. അവിടെ ഓൾറെഡി പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രീ ഡിഫൈൻഡ് കുറേ പാറ്റേൺസ് കാണാം. അത് നമുക്ക് ആവശ്യമില്ല. യൂസർ ഡിഫൈൻഡ്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ ഒരു പർട്ടിക്കുലർ ആംഗിൾ 45 ഡിഗ്രിയിലേക്ക് പോകണം. 45 ഡിഗ്രി. അതിൻ്റെ സ്കെയില് ഒരു 3 കൊടുക്കണം. അതായത് നമുക്ക് വിസിബിൾ ആവണം. അതായത് നമ്മുടെ ഡ്രോയിങ്ങിൽ വിസിബിൾ ആകാൻ വേണ്ടി ഒരു 3 കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ പിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹാച്ച് ചെയ്യാനുള്ളത് ആ സെൻറ്റർ ബ്ലോക്കിൻ്റെ അവിടെയാണ്. ഹാച്ച് എടുക്കുക. ചെയ്യുമ്പോൾ സെൻറ്റർ ബ്ലോക്ക് ആക്ടിവേറ്റ് ആക്കുക. ഹാച്ച് എടുക്കുക. ഇവിടെ 3ക്ക് വരെ 2 കൊടുക്കുക. 2 ഡിഫറെൻറ്റ് സൈസിലായിരിക്കണം. അതുകൂടാതെ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. അതായത് സെൻറ്റർ ബ്ലോക്കും അവിടെ ഫ്ലാഞ്ചും മേറ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരിക്കണം ഹാച്ചിൻ്റെ ഡയറക്ഷൻ. പിക്ക് പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ഹാച്ച് കൂടിയുണ്ട്. ആ ഹാച്ച് നമ്മുടെ ഈ കോളറാണ് ഇവിടെ കാണുന്നത്. സോറി, ഇതിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ കാണുന്നത്. ഈ ഡയമീറ്ററാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതേ ലെയർ തന്നെ എടുക്കുക. ഹാച്ച് എടുക്കുക. 3 എടുക്കുക. ഡയറക്ഷൻ 45 കൊടുക്കുക. പിക്ക് പോയിൻ്റ് എടുക്കുക. ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ സെൻട്രൽ ലൈനും ഹിഡൻ ലൈൻസും ആക്കി മാറ്റുക എന്നുള്ള ഒരു ഓപ്പറേഷൻ കൂടെ ബാക്കിയുണ്ട് ഇവിടെ. ഇതിനെ സെൻട്രൽ ലൈനായിട്ട് കാണിക്കണം. അങ്ങനെ കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. ടൂൾസിൽ പോവുക. ടൂൾ പ്രോപ്പർട്ടി, ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പ്രോപ്പർട്ടീസ് ടൂൾ ബാർ ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ ഡോക്ക് ചെയ്യുക. അതിൽ ഇവിടെ ടൂളിൻ്റെ ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് മാത്രമേ ഇവിടെയുള്ളൂ. നമുക്കിവിടെ സെൻട്രൽ ലൈനാണ് വേണ്ടത്. അതർ എടുക്കുക. ഇതിൽ ആ ടൈപ്പില്ല. അപ്പോൾ ലോഡ് ചെയ്യുക. ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ, ഇവിടെ ഒരു സെൻറ്റർ കാണാം. ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അടുത്ത ലോഡ് ഹിഡൻ ലൈൻസ്, ആദ്യത്തെ എച്ച് എടുക്കുക. എച്ച് എടുത്തു കഴിഞ്ഞാൽ ഹിഡൻ ലൈൻസിൻ്റെ ഇവിടെ ഇതാണ് ഹിഡൻ ലൈൻസ്. ഓക്കെ. ഇനി ഇവിടെ ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ലൈൻ ആക്കിയതിന് ശേഷം നോക്കാം. ഓക്കെ കൊടുക്കുക. ഇനി ലെയർ ചേഞ്ച് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ സെൻറ്റർ ചെയ്ത് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ സ്കെയിൽ ഫാക്ടർ മാറ്റണം, കാരണം ഇത് വിസിബിൾ ആവുന്നില്ല. അപ്പോൾ വീണ്ടും അവിടത്തേക്ക് പോവുക. അതർ സ്കെയിൽ ഫാക്ടർ ഒരു 10 കൊടുക്കുക. ഓക്കെ. അപ്പോൾ സെൻട്രൽ ലൈനായി മാറി. ഇനി അതുപോലെ ഇതിനെയും സെൻട്രൽ ലൈനായി മാറ്റണം. സെൻട്രൽ ലൈനായി മാറി. ഇതിനെ സെൻട്രൽ ലൈനായി മാറ്റണം. ഇപ്പോഴും നമ്മൾ എല്ലാം സെൻട്രൽ ലൈനായൊക്കെ മാറ്റി. ഇനി ഹിഡൻ ലൈൻസ് ഏതൊക്കെയാണ് ഹിഡൻ ലൈൻസ് വേണ്ടത് നോക്കുക. ഇത് ഹിഡൻ ലൈനാണ്. ഇത് സെലക്ട് ചെയ്യുക. ഹിഡൻ
അതുപോലെ ഇവിടെയും ഹിഡൻ ലൈൻസ്. ഇനി ഇവിടെ അതായത് ഈ ലൈൻ കൂടി നമ്മൾക്ക് ഹിഡൻ ലൈൻസ് ആക്കി മാറ്റണം. ഇതെല്ലാം ഒറ്റ ലൈനാണ്, ഇവിടം വരെ ഹിഡൻ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഈ പോർഷനിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് അറ്റ് എ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എവിടെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ട് പോർഷനായി മാറി. അതേപോലെ ഇവിടെയും വേണം അതുപോലെ. ബ്രേക്ക് അറ്റ് എ പോയിന്റ് എടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് പോയിന്റ്. ഇത് ഹിഡൻ ലൈൻസ്. അതുപോലെ ഇതും ക്ലിക്ക് ചെയ്യുക, ഇതിനെ കറണ്ട് പ്രോപ്പർട്ടി ആക്കി മാറ്റുക, ഹിഡൻ. അവിടെ ഹിഡൻ ലൈൻസ് ആക്കി മാറ്റി. ഇപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യേണ്ടത് ഇവിടെയും കൂടെ നമ്മൾ ഹാച്ച് ചെയ്യണം. ഷാഫ്റ്റ് എൻഡ് ഹാച്ച് 45 3 പിക്ക് പോയിന്റ്. ഒന്നിവിടെ ക്ലിക്ക് ചെയ്യുക, ഒന്നിവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ ഹാച്ച് ചെയ്തതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഡയമെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഡയമെൻഷൻ ചെയ്യണം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഡയമെൻഷൻ സെറ്റ്. എങ്ങനെയാണ് ഡയമെൻഷൻ സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയക്ക് അനുസരിച്ചിട്ടുള്ള വലിപ്പം അതിൻ്റെ ഡയമെൻഷൻ ടെക്സ്റ്റിനും അതിനൊക്കെ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ ഇത് വിസിബിൾ ആവുള്ളൂ. അതിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുമ്പോൾ നോക്കാം, ഫോർമാറ്റ് ഡയമെൻഷൻ സ്റ്റൈൽ. ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ന്യൂ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ, അതായത് ഇതിൻ്റെ പേര് DIM എന്ന് കൊടുക്കുക, ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മളിത് ഡയമെൻഷൻ ലൈൻ സെറ്റ് ചെയ്യാണ്. ഇതിലെ ലൈൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് മാറ്റാനുള്ളത്. എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ 3, ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ 3. അതെന്താണെന്ന് പറയാം. സിംബൽസ് ആൻഡ് ആരോസ്, ആരോ ഹെഡ് സൈസ് 5. ഇവിടെ ആരോ ഹെഡ് ടൈപ്പ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ക്ലോസ്ഡ് ഫിൽഡ് എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടെക്സ്റ്റിൻ്റെ വലിപ്പം 5. ഓഫ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ, അതായത് അത് ഒരു 2 കൊടുക്കുക. അലൈൻമെൻറ്റ് വിത്ത് ഡയമെൻഷൻ ലൈൻ, ഇവിടെ സെൻറ്റേർഡിന് പകരം എബവ് കൊടുക്കുക. ഓക്കെ, ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, സെറ്റ് കറണ്ട്, ക്ലോസ്. ഇനി നമ്മൾ ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, ലീനിയർ ഡയമെൻഷൻ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക താഴോട്ട്. ഇതിലൊരു പ്രിസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് 40.00 കാണുന്നത്. ഡയമെൻഷൻ സ്റ്റൈല്, മോഡിഫൈ പ്രൈമറി യൂണിറ്റ്സ്, ഇവിടെ സിംഗിൾ സീറോയ്ക്ക് സെറ്റ് ചെയ്യുക, അതായത് ഒറ്റ ഡെസിമൽ പോയിന്റ് മാത്രം സെറ്റ് ചെയ്യുക, പ്രിസിഷൻ. ഓക്കെ, സെറ്റ് കറണ്ട്. ഇനി ഡയമെൻഷൻ ചെയ്യുന്നത് നമുക്ക് 0 ലെയറിൽ ചെയ്യാം. ഡയമെൻഷൻ ലീനിയർ, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇനി ഡയമെൻഷൻ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എഴുപത്തിരണ്ട് 28 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്ത് കിട്ടി. ഇനി ഡയമെൻഷൻ ലീനിയർ ഇവിടെ പിക്ക് ചെയ്യുക,
ഇവിടെ പിക്ക് ചെയ്യുക, 40. റിപ്പീറ്റ് ലീനിയർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 70. റിപ്പീറ്റ് ലീനിയർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 128. അങ്ങനെ അത് നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. 72. റിപ്പീറ്റ്. ഈ ഭാഗം നമ്മൾ ഡയമെൻഷൻ ചെയ്തതാണ്. ഇവിടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വീണ്ടും ചെയ്യേണ്ട. ഇനി ഡയമെൻഷൻ ചെയ്യാനുള്ളത് ഡയമെൻഷൻ റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. വീണ്ടും റേഡിയസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. വീണ്ടും എടുക്കുക, ചെയ്യുക. ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. അവിടെ ഡയമെൻഷൻ ചെയ്യാം. ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററും ചെയ്യാം. അതായത് നോക്കുക, നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ഡയമീറ്റർ എടുക്കുക. ഡയ 44, ഡയ 36, ഡയ 24. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ഡോട്ടഡ് ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. സോറി, ഡാഷ്ഡ് ലൈൻ. അതെവിടെ ബ്രേക്ക് അറ്റ് എ പോയിന്റ്. ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുന്നു, ഇടൻ ലൈൻസ് കൊടുക്കുന്നു. ഇനി നമ്മൾ മൾട്ടി ലീഡർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മൾട്ടി ലീഡർ, അതായത് ഫോർമാറ്റിൽ പോയി മൾട്ടി ലീഡർ സ്റ്റൈൽ സെറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് മോഡിഫൈ ചെയ്യാം. ലീഡർ ഫോർമാറ്റ് സ്ട്രെയിറ്റ്, ആരോ ഹെഡിൻ്റെ സൈസ് 5. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ. ലീഡർ സ്ട്രക്ചർ മാക്സിമം ലീഡർ പോയിൻ്റ് 2, ഫസ്റ്റ് സെഗ്മെൻറ്റ് ആംഗിൾ 45, സെക്കൻഡ് സെഗ്മെൻറ്റ് ആംഗിൾ 0. അതിന് കണ്ടൻറ്റ് ടെക്സ്റ്റ് ഹൈറ്റ് 5. ഇവിടെ ഹൊറിസോണ്ടൽ അറ്റാച്ച്മെൻറ്റ്, അണ്ടർലൈൻഡ് ടോപ്പ് ലൈൻ, അണ്ടർലൈൻഡ് ടോപ്പ് ലൈൻ. കണ്ടൻറ്റ് ഹൊറിസോണ്ടൽ അറ്റാച്ച്മെൻറ്റ്, ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡിങ് ലാൻഡിങ്. ഇത്രയും സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. സെറ്റ് കറണ്ട് കൊടുക്കുക. ഇനി മൾട്ടി ലീഡർ ഡയമെൻഷൻ ചെയ്യുക. മൾട്ടി ലീഡർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലാൻഡിങ് ഡിസ്റ്റൻസ് കാണിച്ചു കൊടുക്കുക. മാറ്റർ ടൈപ്പ് ചെയ്യുക. പാരലൽ കീ, പാരലൽ കീ 12x8x70. ക്ലോസ്. അടുത്ത പാരലൽ കീ ഡയമെൻഷൻ മൾട്ടി ലീഡർ, ഇവിടെ എടുക്കുക. ലാൻഡിങ് ഡിസ്റ്റൻസ് കണ്ടു കൊടുക്കുക. പാരലൽ കീ PARALLEL, പാരലൽ കീ. എൻ്റർ. 12x8x70. ക്ലോസ്.
ഇപ്പോൾ പാരലൽ ക്ലിക്ക് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വീണ്ടും ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇവിടെ ഡയമെൻഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്. ലീനിയർ ഇവിടെ ഡയമെൻഷൻ ചെയ്യുക 24. റിപ്പീറ്റ് ഇവിടെ ചെയ്യാൻ ബാക്കിയുണ്ട് 44. ഇവിടെ ചെയ്യാൻ ബാക്കിയുണ്ട്. ഇനിയുള്ളത് ഈ സെൻറ്റർ ഡിസ്റ്റൻസ് 28. ഇവിടെ ഡയമെൻഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലീനിയർ അങ്ങനെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഡയമെൻഷൻ നോക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ ഡ്രോയിങ് നെയിം എഴുതുക എന്നുള്ളതാണ്. ഫോർമാറ്റിൽ ടെക്സ്റ്റ് സ്റ്റൈലിൽ പോവുക. ഹൈറ്റ് ഒരു 7 കൊടുക്കുക. അപ്ലൈ ക്ലോസ് ഇത് ക്ലിക്ക് ചെയ്യുക. മൾട്ടിലൈൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക. മാറ്റർ ടൈപ്പ് ചെയ്യുക. യൂണിവേഴ്സൽ കപ്ലിംഗ് ക്ലോസ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഡ്രോയിങ് ആയി. ഇനി ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്. ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം.